മാവൂര് 25 വർഷക്കാലമായി ഗ്രാസിമിൻ്റെ സർക്കാരിൻ്റെ സ്ഥലം അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇപ്പം വന്യമൃഗങ്ങളൊക്കെ അവിടെ താവളമടിച്ചിരിക്കും. ഏറ്റവും അനുയോജ്യമായ വ്യവസായത്തിന് അനുയോജ്യമായ സ്ഥലം, എയർപോർട്ടിൽ നിന്ന് 21 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഇൻ്റർനാഷണൽ നമ്മുടെ സ്റ്റേഡിയം ഉൾപ്പെടെ ഒരു IT ഹബ്ബ് കൂടി വരികയാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാകും. ഹൈദരാബാദ് പോലെ ബാംഗ്ലൂർ പോലെ ഒരു IT ഹബ്ബായി മാറ്റാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ടോ? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് സംബന്ധിച്ച് കുറേ ചർച്ചകളൊക്കെ നടത്തി, മീറ്റിങ്ങുകളൊക്കെ നടത്തി അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ പിന്നെ ബിർള കൂടി പങ്കാളിത്തം ഉള്ളതുകൊണ്ട് അവരുടെ കൂടി ഓണർഷിപ്പിലുള്ള സ്ഥലമായതുകൊണ്ട് അവരുടെ കൂടി സമ്മതത്തോടു കൂടിയ കാര്യങ്ങൾ ഇപ്പോൾ പക്ഷേ അതൊരു ചെയ്യാവുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതിയിലൊരു കേസുണ്ട്. അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ 400 ഏക്കറിയും കോഴിക്കോട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോജക്റ്റുകായി കിട്ടും. ജോയിൻറ്റ് സെക്ടറിലാക്കേണ്ടി വരും. എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതിന് പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് ബിർള ഗ്രൂപ്പിൻ്റെ താല്പര്യം. അവരുടെ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് വിരോധമില്ല. എന്താ പ്രോജക്റ്റ്? അന്നേരം മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചു. ആ 400 ഏക്കർ കിട്ടുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ വികസനത്തിൽ അത് വലിയൊരു നാഴികക്കല്ലായിരിക്കും. ഗവൺമെൻറ് അതിന് ടോപ്പ് പ്രയോറിറ്റിയായി എടുത്തിട്ടുണ്ട്. ബിർളക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പേഴ്സണലായിട്ട് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്, കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ഞാൻ അവരെ മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തു. അത് യാഥാർത്ഥ്യമാകുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടെ വലിയൊരു സംഭവമായി മാറും. അത് റസാഖ് ഭാഷ മണ്ഡലത്തിലാണ്. വന്യമൃഗങ്ങളിൽ പെരുമ്പാമ്പ് വരെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്.